നമസ്കാരം, ലെറ്റ്സ് എക്സ്പ്ലോർ വിത്ത് ഗായത്രിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബട്ട് ബിഫോർ ദാറ്റ് എല്ലാവർക്കും ഒരു വെരി ഹാപ്പി ന്യൂ ഇയർ ഞാൻ ആശംസിക്കുന്നു. കാരണം പുതിയ വർഷം ഒരുപാട് പ്രതീക്ഷകൾ ഒക്കെ വെച്ചിട്ടാണ് നിങ്ങൾ എല്ലാവരും പുതിയ വർഷത്തിലേക്ക് കടക്കുന്നത്. ഞാനും അതേപോലെ തന്നെയാണ് ഗൈസ്. ഒരുപാട് പ്രതീക്ഷകളും അതേപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് തീർക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തോടു കൂടിയാണ് കടക്കുന്നത്. അപ്പോൾ അധികം താമസിപ്പിക്കാതെ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം. നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, എങ്ങനെ നമുക്ക് കുറച്ചുകൂടെ മെന്റലി സ്ട്രോങ് ആയിട്ട് ഈ ആർഗ്യുമെന്റ്സിനെ, നമുക്ക് ചുറ്റും വരുന്ന ആർഗ്യുമെന്റ്സിനെയും ഫൈറ്റ്സിനെയും അതേപോലെ അനാവശ്യമായ പ്രശ്നങ്ങളെയൊക്കെ നമുക്ക് എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമുക്കത് മുഴുവനെ മാറ്റിയെടുക്കാൻ പറ്റില്ല, പക്ഷെ നമുക്ക് എങ്ങനെ ഒരു പരിധി വരെ നമ്മുടെ മാനസിക ആരോഗ്യം അതിൽ നിന്ന് രക്ഷപ്പെടുത്തിയെടുക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം, എല്ലാവരുടെ ജീവിതത്തിലും ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. കുറേ പേർക്ക് അതിനെ നല്ല രീതിയിൽ ഫേസ് ചെയ്യാൻ നന്നായിട്ട് അറിയാം. പക്ഷെ കുറേ പേർക്ക് പ്രായത്തിന്റെ പക്വതയില്ലായ്മ കൊണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ അവർ ശീലിച്ചു വന്ന രീതികൾ കൊണ്ടോ അതിനെ നല്ല രീതിയിൽ അല്ലെങ്കിൽ കറക്റ്റായ ഒരു വേയിൽ അത് ഫേസ് ചെയ്യാൻ അവർക്ക് അറിയില്ല. സോ എൻ്റെ ജീവിതത്തിൽ ഞാൻ പ്രാക്ടീസ് ചെയ്ത ചില സംഭവങ്ങൾ, പ്രാക്ടീസ് ചെയ്ത് വിജയിച്ചെടുത്ത ചില സംഭവങ്ങളാണ് എങ്ങനെയൊക്കെ നമുക്ക് പ്രശ്നങ്ങളിൽ നിന്ന് ഫേസ് ചെയ്യാം, അതേപോലെ തന്നെ പ്രശ്നങ്ങളിൽ നിന്ന് ഒരുപാട് പഠിക്കാം എന്നുള്ള കാര്യമാണ് ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ വീഡിയോ എല്ലാവരും മുഴുവനായി കാണുക, സ്കിപ്പ് ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. പവർ വരട്ടെ ഗൈസ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം തന്നെ പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് നമ്മളെല്ലാവരും ഒരുപാട് മോട്ടിവേഷണൽ തോട്ട്സിലും അല്ലെങ്കിൽ മോട്ടിവേഷണൽ വീഡിയോസിലൊക്കെ കണ്ടതുപോലെ തന്നെ പ്രശ്നങ്ങളെ ഫേസ് ചെയ്യണം എന്ന് നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ടല്ലേ. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായ പ്രകാരം അങ്ങനെയല്ല കേട്ടോ. കാരണം നമ്മുടെ ജീവിതത്തിൽ എന്നും പ്രശ്നങ്ങൾ തന്നെ ഉണ്ടാവും. സോ അതുകൊണ്ട് അതിനെ എല്ലാത്തിനെയും നമ്മൾ ഒരുപാട് ഫേസ് ചെയ്യാനൊക്കെ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് പ്രശ്നങ്ങൾ ഫേസ് ചെയ്യാൻ മാത്രം ഉള്ളതായിട്ടൊന്ന് പോകട്ടോ. ഇപ്പം നിങ്ങൾ വിചാരിക്കൂ, നിങ്ങൾ റെയിൽവേ ട്രാക്കിൽ നിൽക്കുകയാണ്, ട്രെയിനാണ് നിങ്ങളുടെ മുന്നിൽ വരുന്നത്, നിങ്ങളുടെ മുന്നിൽ അതിവേഗതയോടുകൂടി ട്രെയിൻ വരികയാണ്. അപ്പം നിങ്ങൾ എന്താ ചെയ്യുക? പെട്ടെന്ന് തന്നെ ആ ട്രാക്കിൽ നിന്ന് മാറാൻ ശ്രമിക്കും. അതാണ് നിങ്ങൾ എല്ലാവരും ചെയ്യാറുള്ളത് അല്ലേ? നമ്മളെല്ലാവരും അങ്ങനെ തന്നെ ചെയ്യാം. അതേപോലെ തന്നെയാണ് ജീവിതത്തിലെ ചില ചില പ്രശ്നങ്ങളും. ആ പ്രശ്നങ്ങൾ ട്രെയിൻ പോലെ നമ്മുടെ മുന്നിൽ വരുമ്പോൾ അതിനെ ഫേസ് ചെയ്യാൻ നിന്നാൽ ചിലപ്പോൾ നമ്മുടെ ജീവൻ തന്നെ അല്ലെങ്കിൽ ജീവിതം തന്നെ അപകടമായി മാറുകയാണ് ചെയ്യുക. സോ ഇങ്ങനെ വരുന്ന പ്രശ്നങ്ങൾ, ട്രെയിൻ പോലെ പാഞ്ഞു വരുന്ന, നമുക്ക് പെട്ടെന്ന് അടിച്ചു കയറുന്ന പ്രശ്നങ്ങളിൽ നിന്ന് നമുക്ക് നമ്മുടെ റിയാക്ഷൻ കൊടുത്തുകൊണ്ട് അതിൽ ഒരു ബെനിഫിറ്റും ഇല്ല, അല്ലെങ്കിൽ നമ്മൾ അതിനോട് റിയാക്ട് ചെയ്തത് കൊണ്ട് നമ്മുടെ ജീവിതം നഷ്ടത്തിലാവുകയുള്ളൂ എന്ന് വരുന്ന സാഹചര്യങ്ങളിൽ അതിൽ നിന്ന് നൈസായി ഒഴിഞ്ഞു മാറുകയാണ് ഏറ്റവും ബെറ്റർ കേട്ടോ. കാരണം ആ ഒരു പ്രശ്നത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പക്ഷെ നിങ്ങളുടെ ജീവിതം തന്നെ രക്ഷിച്ചെടുക്കാൻ പറ്റും. ജീവിതം തന്നെ ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു രീതിയിലേക്ക് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ ആദ്യമേ തന്നെ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ റിയാക്ഷൻസ് ആവശ്യമുള്ള സ്ഥലത്ത് മാത്രം നിങ്ങൾ റിയാക്ട് ചെയ്യുക. നിങ്ങൾ ഫേസ് ചെയ്യേണ്ട പ്രോബ്ലം ആണ്, അല്ലെങ്കിൽ നിങ്ങൾ ഈ പ്രോബ്ലത്തെ ഫേസ് ചെയ്താൽ നിങ്ങൾക്ക് ബെനിഫിറ്റ് ഉണ്ട് എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ മാത്രം ഈ പ്രോബ്ലത്തെ ഫേസ് ചെയ്യുക. അതല്ലെങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ട് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാട്ടോ. അത് ഒരു തരത്തിലുള്ള ഭീരുത്വം അല്ല, അത് നിങ്ങളുടെ ലൈഫിന് നിങ്ങൾ കൊടുക്കുന്ന വലിയൊരു കോൺട്രിബ്യൂഷൻ ആണ്. പിന്നെ അടുത്തതായിട്ട് ഒരു കാര്യം എന്താ വെച്ചാൽ, നമ്മളെല്ലാവരും നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ആർഗ്യുമെന്റ്സുകൾ അല്ലെങ്കിൽ വഴക്കുകൾ ഫേസ് ചെയ്യേണ്ടി വരും അല്ലേ. അപ്പോൾ ഈ വഴക്ക് വരുന്ന സമയത്തൊക്കെ നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള് നമ്മളോട് ഒരുപാട് ഷൗട്ട് ചെയ്ത് സംസാരിക്കും. എന്തുകൊണ്ടാണ് ഈ അടുത്ത് നിൽക്കുന്ന വ്യക്തികൾ വഴക്ക് വരുന്ന സാഹചര്യത്തിൽ ഇത്രയും ഷൗട്ട് ചെയ്ത് സംസാരിക്കുന്നത്? നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ മനസ്സുകൾ വളരെയധികം ദൂരത്തിലാണ് നിൽക്കുന്നത്, നമ്മുടെ ശരീരം മാത്രമാണ് അടുത്ത് നിൽക്കുന്നത്. സോ നമ്മുടെ മനസ്സുകൾ വളരെയധികം ദൂരത്തിലാണ് നിൽക്കുന്നത്. സോ ഒരു മനസ്സ് പറയുന്നത് അടുത്ത മനസ്സിനെ കേൾപ്പിക്കാൻ അല്ലെങ്കിൽ അടുത്ത മനസ്സിനെ ഡോമിനേറ്റ് ചെയ്യിപ്പിക്കാനാണ് ഈ ഒച്ചയിൽ നമ്മൾ സംസാരിച്ച് എടുക്കുന്നത് കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ ഫൈറ്റ്സ് വരുന്ന സമയത്ത് നമ്മുടെ ഒച്ച, അതല്ലെങ്കിൽ രണ്ട് പാർട്ടീസിന്റെ ഒച്ച ഒരുപാട് റേസ് ആയിട്ട് പോകുന്നത്. സോ ഇങ്ങനെ ഫൈറ്റ് വരുന്ന സാഹചര്യങ്ങളിൽ നിങ്ങൾ കീപ്പ് ചെയ്യേണ്ട ഏറ്റവും വലിയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഈ വഴക്കെടുപ്പോൾ പറയാൻ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും അല്ലേ. ഈ കാര്യങ്ങളെല്ലാം കുറച്ച് സ്മൂത്തായിട്ട്, അതേപോലെ തന്നെ കൂളായിട്ട്, സ്മൂത്തായിട്ട് എന്നുള്ളതിനേക്കാളും ഒരു കൂളായിട്ട് നിങ്ങൾ അവതരിപ്പിക്കാൻ നിൽക്കുക. അതായത് ഒരുപാട് ഒച്ച ഉണ്ടാക്കാതെ നിങ്ങൾ അവതരിപ്പിക്കാൻ ശ്രമിക്കുക. അങ്ങനെ ശ്രമിക്കുമ്പോൾ ഈ വഴക്കുകൾ വിറ്റ്നസ് ചെയ്ത് ചുറ്റും ആരെങ്കിലും നിൽക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളോട് വഴക്കിട്ട് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആരെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ പതിയെ അവരും കൂളായി വന്ന് നിങ്ങൾ പറയുന്ന പോയിന്റിലേക്ക് ഒരുപക്ഷെ അവരെത്താനുള്ള ചാൻസ് ഉണ്ട്. അടുത്ത കാര്യം എന്ന് പറയുന്നത്, നമ്മൾ വഴക്കിടുമ്പോൾ നമ്മൾ വിചാരിക്കും നമ്മൾ ഒച്ചയിട്ട് കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര പവർഫുൾ ആണെന്ന്. പക്ഷെ അല്ല കേട്ടോ. നമ്മുടെ സൈലൻസ് ആണ് ഒരു ചില സാഹചര്യങ്ങളിൽ നമ്മുടെ വലിയൊരു പവർ എന്ന് പറയുന്നത്. കാരണം ആവശ്യമുള്ള സമയത്ത് മാത്രം സംസാരിക്കുന്നവന്റെ വാക്കുകൾ ശ്രദ്ധിക്കാനും കേൾക്കാനും അനുസരിക്കാനും ആൾക്കാർ കൂടുതലായിരിക്കും കേട്ടോ. അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ ഒരു വേർഡ്സ് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഒപ്പീനിയൻ ചോദിക്കുന്ന സ്ഥലത്തും ആവശ്യമുള്ള സ്ഥലത്തും, അല്ലെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻ പറഞ്ഞാൽ വർക്കൗട്ട് ആവും എന്നുള്ള വിശ്വാസമുള്ള സ്ഥലത്ത് മാത്രം നിങ്ങൾ നിങ്ങളുടെ ഒപ്പീനിയൻ പ്രസന്റ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. അല്ലാത്ത പക്ഷം നിങ്ങളുടെ ഒപ്പീനിയൻസ് നിങ്ങൾ വെറുതെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അത് കേൾക്കാൻ സത്യം പറഞ്ഞാൽ ആരും ഇല്ലാതെ ആവുന്ന അവസ്ഥയിലേക്കായിരിക്കും പോവുക.
ഇനി നെക്സ്റ്റ് തിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു പരിധി വരെ ഒരു കാര്യത്തിൽ ബോധേഡ് ആവാതിരുന്ന, അതായത് എക്സ്റ്റേണൽ ആയിട്ടുള്ള അല്ലെങ്കിൽ മറ്റുള്ളവർ ചെയ്യുന്ന കാര്യങ്ങളിൽ ബോധേഡ് ആവാതിരുന്നാൽ നിങ്ങളുടെ പല പ്രശ്നങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറും. കാരണം എന്താ ഇത് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും മിക്ക ആൾക്കാർക്കും ഉണ്ടാവും അവരുടെ ജീവിതത്തിനെ അനോയ് ചെയ്യുന്ന ചില ആൾക്കാർ ചുറ്റും എന്നും ഉണ്ടാവും കേട്ടോ. സോ ആ ആൾക്കാർ അവിടെ തന്നെ ഇരുന്ന് അനോയ് ചെയ്യട്ടെ, പക്ഷെ നിങ്ങളുടെ ജീവിതത്തെ അത് ഒരിക്കലും ബാധിക്കാത്ത രീതിയിൽ നിങ്ങൾ റിയാക്ട് ചെയ്യണം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ബോധേഡ് ആവാതിരിക്കുക, റിയാക്ഷൻസ് കൊടുക്കാതിരിക്കുക. അവരവിടെ ഇരുന്ന് പറഞ്ഞുകൊണ്ടേ ഇരിക്കട്ടെ, നമ്മൾ റിയാക്ഷൻസ് കൊടുക്കാതിരിക്കുക. ആൻഡ് അവരിലൊരു ഫീലിംഗ് ഉണ്ടാക്കാൻ നിങ്ങൾ പറയുന്നത് ഞങ്ങളെ ബാധിക്കുന്നത് പോലും ഇല്ല എന്നുള്ളൊരു ഫീലിങ്സ് ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ ജയിച്ചു കഴിഞ്ഞു കേട്ടോ. കാരണം നിങ്ങൾ നിങ്ങളുടെ ജോലികളും അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളുമായി മുന്നോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനോട് ഒരു റിയാക്ഷൻസ് കൊടുക്കാതിരുന്ന, അതായത് പകരം വീട്ടാതിരുന്നാൽ, അതിനകത്ത് ഒന്നും നിങ്ങൾ ചെയ്യാതിരുന്നാൽ തന്നെ നിങ്ങൾ അവിടെ പ്രോബബ്ലി നിങ്ങൾ ജയിച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. അടുത്ത കാര്യം എന്ന് പറയുന്നത് നമ്മളൊക്കെ എല്ലാവർക്കും വിഷമമുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. നമ്മുടെ പിന്നിൽ നിന്ന് സംസാരിക്കുമ്പോൾ അത് നമ്മൾ എങ്ങനെയെങ്കിലൊക്കെ കേൾക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ മനസ്സിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങൾ നമ്മൾ കേൾക്കുന്ന സമയത്ത് നമുക്ക് ഉണ്ടാവുന്ന വിഷമം എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ആലോചിച്ച് നോക്കൂ, എന്തുകൊണ്ടാണ് അവർ നിങ്ങളുടെ പിന്നിൽ നിന്ന് സംസാരിക്കുന്നത്? കാരണം അവർക്ക് നിങ്ങളുടെ മുന്നിൽ വന്ന് നിങ്ങളുടെ മുഖത്ത് നോക്കി നിങ്ങളുടെ കണ്ണുകളെ നോക്കി നിങ്ങളുടെ പ്രശ്നങ്ങൾ പറയാനുള്ള സ്ട്രെങ്ത് അവർക്കില്ല. അതുകൊണ്ടാണ് അവർ നിങ്ങളുടെ പിന്നിൽ നിന്ന് സംസാരിക്കുന്നത്. സോ ലെറ്റ് ദം സ്പീക്ക് ബിഹൈൻഡ് യു. ആൻഡ് നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, അവർ സംസാരിക്കുമ്പോൾ അവരുടെ മുന്നിലാണ് നിങ്ങൾ. സോ നിങ്ങൾ അപ്പോഴും അവിടെ ജയിച്ചു നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആരെ പറ്റിയും ഒന്നും പറയുന്നില്ല. സോ നിങ്ങളുടെ പിന്നിലാണ് അവർ നിങ്ങളെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാലം എന്ന് പറയുന്നത് ഒരു വലിയ ചക്രം തന്നെയാണ്. അതിങ്ങനെ ചേഞ്ചായി വന്നുകൊണ്ടിരിക്കും. സോ ഇന്ന് നിങ്ങളുടെ പിന്നിൽ നിന്ന് സംസാരിച്ച ആൾക്കാർ അടുത്ത ദിവസം നിങ്ങളുടെ മുന്നിൽ വന്ന് നിങ്ങളെ അപ്രിഷിയേറ്റ് ചെയ്യുന്ന ഒരു കാലം എന്തും വരും, എന്തായാലും വരും എന്നുള്ളത് വിശ്വസിക്കുക. അതേപോലെ തന്നെ നിങ്ങളുടെ ഗോൾസിനെ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. അതാണ് നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ കൊടുക്കേണ്ട അടുത്തൊരു കാര്യം. അടുത്തതായിട്ട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മൾക്ക് എപ്പോഴും നമ്മുടെ ആർഗ്യുമെന്റ്സ് വരുന്ന സമയത്ത് നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ എപ്പോഴും വിചാരിക്കുക ഈ ആർഗ്യുമെന്റ് എൻഡ് ചെയ്യുന്നത് അയാളുടെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റോട് കൂടി ആയിരിക്കണം എന്ന്. കാരണം നമ്മൾ കണ്ടുവരുന്ന ഫിലിംസിലും അതേപോലെ തന്നെ പല നോവലുകൾ വായിക്കുന്ന സമയത്തൊക്കെ ഹീറോയുടെ ഡയലോഗ് ആയിരിക്കും അവസാനം വരുന്ന പഞ്ച് ഡയലോഗ്. സോ എപ്പോഴും അതെ, നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ നമ്മൾ തന്നെ ചിന്തിച്ചു പോകും, നമ്മൾ അവസാനിപ്പിക്കുന്നത് അല്ലെങ്കിൽ ഈ വഴക്ക് അവസാനിക്കുന്നത് നമ്മുടെ ഒരു സ്റ്റേറ്റ്മെന്റോട് കൂടെ ആയിരിക്കണം എന്നുള്ളത് അല്ലെ. സോ അവിടെയാണ് കേട്ടോ തെറ്റുന്നത്. സിനിമയല്ല അല്ലെങ്കിൽ നോവലുകളല്ല ജീവിതം എന്ന് പറയുന്നത്. ജീവിതം വളരെ വ്യത്യാസമാണ്, വളരെ വാസ്റ്റാണ്, ഒരുപാട് ട്വിസ്റ്റുകൾ നിറഞ്ഞതാണ്. സോ അതുകൊണ്ട് ഒരിക്കലും ഡയലോഗ്സുകൾ എൻഡ് ചെയ്യുന്നതിൽ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യാതിരിക്കുക. നിങ്ങൾ എപ്പോഴും നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ട് വളരെ കൂളായിട്ട് പറയാനുള്ള ആൾക്കാരോട് പറയുക. അതല്ല നിങ്ങൾക്ക് പറയാൻ പറ്റാത്ത സാഹചര്യങ്ങൾ, അതിൽ നിങ്ങൾക്ക് മനോധൈര്യം ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ കൂളായിട്ട് ആ സിറ്റുവേഷനിൽ നിന്ന് ഒഴിഞ്ഞു മാറാവുന്നതാണ്. കാരണം നിങ്ങളുടെ റിയാക്ഷൻ അവിടെ ആരും ഡിസേർവ് ചെയ്യുന്നില്ല. അത് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് കൂളായിട്ട് ഒഴിഞ്ഞു മാറിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാനസികമായിട്ടുള്ളൊരു സമാധാനം എന്തായാലും കിട്ടും. കാരണം എന്താ വെച്ചാൽ ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി നിങ്ങൾ ഒരു റിയാക്ഷൻ അവർക്ക് കൊടുക്കുന്നില്ല. സോ അവരവിടെ കുറേ നേരം നിന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് പക്കാ വേസ്റ്റ് ആയി പോവുകയാണ് ചെയ്യുന്നത്. സോ അവരുടെ എനർജിയാണ് വേസ്റ്റ് ആവുന്നത്. സോ നിങ്ങൾ അവിടെ എനർജി ഗെയിൻ ചെയ്യുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് റിയാക്ട് ചെയ്യാൻ പറ്റാത്ത പ്രോബ്ലത്തിൽ നിന്ന് മാറി നിൽക്കുക. ആൻഡ് പ്ലീസ് ഡോണ്ട് കോൺസെൻട്രേറ്റ് ഓൺ ഡയലോഗ്സുകളിൽ ഒന്നുമില്ല ഗൈസ്. സോ അതുകൊണ്ട് ഡയലോഗുകളിൽ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി അടുത്തായിട്ടൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ഇത്രയൊക്കെ പറഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഫേസ് ചെയ്യുന്നുണ്ട്. അതായത് ചുറ്റുമുള്ള ആൾക്കാരുടെ ബിഹേവിയർ കൊണ്ട് ഒരുപാട് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിലേക്ക് മുന്നോട്ട് പോകാതിരിക്കാൻ പറ്റുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയൊരു കാര്യം എന്താ വെച്ചാൽ ഒരു വൈറ്റ് പേപ്പർ എടുക്കാം. നിങ്ങളുടെ പ്രോബ്ലംസ് അല്ലെങ്കിൽ നിങ്ങളെ എന്തൊരു സംഭവമാണോ നിങ്ങളെ അനോയ് ചെയ്ത് ബുദ്ധിമുട്ടിച്ച് നിങ്ങളെ ഒരു ഡിസ്ട്രോയ് ചെയ്യുന്നത് അത് നിങ്ങൾ വൃത്തിയായിട്ട് എഴുതുക. ആ എഴുതിയതിന് ശേഷം അതിൻ്റെ താഴെ ഞാൻ ഈ വ്യക്തിയോട് ക്ഷമിച്ചിരിക്കുന്നു എന്നുള്ളൊരു വാചകം കൂടെ എഴുതി ചേർക്കുക. എന്നിട്ട് കൈയൊന്നും പൊള്ളാതെ അതിനെയാണ് കത്തിച്ച് കളയുക. ഇത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കൂ. ഒരു പരിധി വരെ നിങ്ങളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഒരു വ്യക്തിയോട് പറയുന്ന രീതിയിലുള്ളൊരു സമാധാനം നിങ്ങൾക്ക് കിട്ടും. ഈ ഒരു മെത്തേഡ് നിങ്ങൾ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കൂ. ഉറപ്പായിട്ടും ബെനിഫിഷ്യൽ ആണ്. ഞാൻ ട്രൈ ചെയ്ത് എനിക്ക് കുറച്ച് സമാധാനം കിട്ടിയ ഒരു സംഭവമാണിത്. ഇത് നിങ്ങൾ ആദ്യം നിങ്ങളിത് ചെയ്യണം. അത് കഴിഞ്ഞൊരു എനിക്ക് എങ്ങനെയായിരുന്നു വെച്ചാൽ ഒരു 10 to 20 days വരെ നമുക്കതൊരു സമാധാനം കിട്ടും. അത് കഴിഞ്ഞാൽ പിന്നെയും ഈ പ്രോബ്ലം മനസ്സിലേക്ക് എങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ അഗൈൻ നിങ്ങൾ എഴുതൂ. അതുപോലെ ക്ഷമിച്ചിരിക്കുന്നു എഴുതൂ, കത്തിച്ച് കളയൂ. ഇത് നിങ്ങൾ ചെയ്യുന്നത് വഴി നിങ്ങളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ
കാര്യങ്ങൾ നിങ്ങളൊരു വ്യക്തിയോട് പറഞ്ഞ് അയാൾ നിങ്ങൾക്ക് ഒരു സമാധാനം നൽകുന്ന ഒരു ഫീലിംഗ് ആണ് നിങ്ങൾക്ക് തോന്നുന്നത് ഉണ്ടാവാറുള്ളത്. സോ ഇത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് ഒന്ന് നോക്കും. അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം നമ്മളെല്ലാവരും ഫേസ് ചെയ്യുന്ന പ്രോബ്ലം ആണ് ജീവിതത്തിലെ വർക്കുകൾ എങ്ങനെ ഫേസ് ചെയ്ത് നമ്മളെങ്ങനെ സ്ട്രോങ് ആയിട്ട് ലൈഫിനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളത്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കൂ കേട്ടോ. അതുപോലെ വീഡിയോ മുഴുവനായി കണ്ടവർക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ് നന്ദിയുണ്ട്. അതുപോലെ തന്നെ പ്ലീസ് ഡോണ്ട് ഫോർഗെറ്റ് ടു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, കോമെന്റ്സ്. അപ്പം നിങ്ങളുടെ ഈ സപ്പോർട്ട് എനിക്ക് ഭയങ്കര ആവശ്യം തന്നെയാണ് കേട്ടോ. സോ ഇതുപോലെ ഇതിനു മുമ്പ് സപ്പോർട്ട് ചെയ്ത പോലെ ഇതുപോലെ എന്നെ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ മുന്നോട്ട് നമ്മുടെ വീഡിയോസ് എല്ലാവരും ഒന്ന് കാണാൻ ശ്രമിക്കുക. പിന്നെ കണ്ടന്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ സജസ്റ്റ് ചെയ്യുക, കോമെന്റ്സുകളെ രേഖപ്പെടുത്തുക. സോ ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ. താങ്ക് യു ആൾ.